കുഞ്ഞാപ്പോ കുഞ്ഞാപ്പോ എന്തിനാ കരയണേ? ഉമ്മനെ തച്ചിട്ട് അല്ലേ എന്തിന് ഉമ്മനെ കൊറേ തച്ചു പാടിയിട്ട് ഇങ്ങോട്ട് നിക്ക് അവര് ആചാരിക്കല്ലേ ബുദ്ധിണ്ടാ? അല്ല കാര്യം പറയും എന്തിനാ അടിച്ചെന്നുള്ള. ഉമ്മ തച്ചി എന്തിന്? അതെ ഇന്നലെ ജാനേച്ചി പെരേക്ക് വന്ന് ജാനേച്ചി കൊറേ വർത്താനം പറഞ്ഞപ്പോ ജാനേച്ചി പറഞ്ഞു ഇമ്മാനോട്, അല്ല വിവാത്താത്ത ഇവിടെ നല്ല ചക്കന്റെ മണുണ്ടല്ലോ, എവിടെ ഞങ്ങൾക്ക് ചക്ക കിട്ടിയതാണ്. അപ്പൊ അപ്പൊ ഉമ്മ അറിഞ്ഞ് ചക്ക ഒന്നും പറയണ്ട എന്റെ ജാനു, നബിസാത്താടെ പോയിട്ട് ചക്ക കൊടുന്ന് ഇവിടെ വന്നൊക്കെ മൊത്തം ചീനി ഒക്കെ ചീനികള്. അപ്പൊ ഞാന് ചക്കക്കൂര് കളയാണ്ടാച്ചിട്ട് ചക്കക്കൂര് ഒക്കെ എടുത്ത് വെച്ചേന്ന് പറഞ്ഞു. നിന്റെ ഭാവ എന്നോട് പറയണ അമ്മ നോണ അറിയാണ്, അത് ജാനച്ചിക്ക് അറിയില്ല. എന്നോട് പറഞ്ഞാ ഇന്റെ ഇമ്മ ഉണ്ടല്ലോ, ഇമ്മ ചക്ക കൊടുന്ന് മുറിച്ചിട്ട് ഒക്കെ എടുത്ത് വെച്ചിക്കണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇമ്മ എന്തിനാ നോണ പറഞ്ഞ്, ചക്ക അല്ലെങ്കിലും എടുത്ത് വെച്ചിക്കണ്, ചക്ക അവിടെ എടുത്ത് വെച്ചിട്ടില്ലേ പറഞ്ഞപ്പോ ഉമ്മാക്ക് ദേഷ്യം വിളിച്ചു. ഉമ്മ പറഞ്ഞു എന്താടാ പൊട്ട കുഞ്ഞാപ്പോ വെച്ച് പറഞ്ഞത്, ചക്ക നമ്മൾ എടുത്ത് വെക്കുക, നമ്മൾ ചക്ക എടുത്ത് വെച്ചിക്കണടാ. അപ്പൊ റെഡി ജാനു, അത് ചക്കന്റെ മടലുണ്ടല്ലോ, ആ മടല് ഒരു അര വെള്ളത്തിന് വരുമ്പോ കൊടുക്കാനാന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ അമ്മോട് പറഞ്ഞു ഉമ്മ നിങ്ങൾ വെറുതെ പറയണ, നിങ്ങൾ ആ വക്കറ്റിൽ മൂടി വെച്ചിട്ടില്ല അമ്മ, എന്തിനാ നോണ പറഞ്ഞേ. അതിന് ജാനേച്ചി എന്നാ ഞാന് പോട്ടെ വിവാത്താത്ത, കൊറേ പണിയുണ്ട് പറഞ്ഞിട്ട് ജാനേച്ചാണ്ട് പോയി. ജാനേച്ചാണ്ട് പോയപ്പോ ഇമ്മ ഇന്നെ ഒരു നോട്ടം എന്നിട്ട് പറഞ്ഞ്, ഇരുത്താൻ കാട്ടാനെ എത്ര പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂലടാന്ന് പറഞ്ഞിട്ട് ഒരു വടി എടുത്ത് അടിച്ച് പുറം വിളിച്ച്. ഞാൻ നോണ പറഞ്ഞ്, സത്യം പറഞ്ഞു നോണ പറഞ്ഞ ചില കാര്യങ്ങളെ നമ്മള് മറച്ചു വെക്കണം. അതന്നെ ഞാനും പറഞ്ഞത്, ഇമ്മ മറച്ചിരിക്കുന്നത് ചക്ക മറച്ചു വെച്ചിരിക്കന്, അതിനാണ് ഇമ്മ എന്നെ അടിച്ചത്. എന്നോട് ഇപ്പൊ എന്ത് പറഞ്ഞ കാര്യമില്ല, ജാനുള്ള കാര്യങ്ങൾ മുഖത്തേക്ക് പറഞ്ഞു. എന്നിട്ട് ഇമ്മ എന്നിട്ട് അങ്ങനെ പുറത്ത് പോയി. എന്നിട്ട് ഇമ്മ പറയാ വിസു ഓണൊക്കെ ആയില്ലെങ്കിൽ ആ ജാന് തരണതാണ്, അത് ആമുച്ച് തിന്നണില്ലേ, ഇനിയിപ്പോ ആ ജാന് തരുമോന്ന് എന്നോട് പറഞ്ഞേക്കണ. വിസു ഓണായാലും ഒരു തരും. ഞങ്ങൾ 25 ഇല്ല നമ്മളെ, അത് ആയ അമ്മ അപ്പം ചുട്ടാട്ടേ ഒന്നും കൊടുക്കൂല. എന്റെ അപ്പം നല്ല രുചിയൊന്നും ഉണ്ടാവൂല, ഇനി ഞാനൊന്ന് ഇഷ്ടപ്പെടാവോ, ഞാനൊന്ന് തിന്നാവോ പറഞ്ഞിട്ട് ഉമ്മ കൊടുക്കൂലട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ദിവസം ഉമ്മ പെരുന്നാളായപ്പോ ഞമ്മക്കൊരു നെച്ചോറുണ്ടാക്കി കൊടുക്കാറുമ്പോ ഉമ്മ അറിയും മുട്ടാതിരുന്നോ, ഞമ്മക്കന്നെ ഇല്ല. ഇമ്മ ഓരത് മേടിച്ചു തരാൻ അമ്മക്ക് ഭയങ്കര കൊടുക്കണ്ടേ, ഞാനല്ലേക്ക് പിന്നെയും കിട്ടുള്ളൂ അല്ലേ, പിന്നെ അടുത്ത പോലെ തോനെ കിട്ടുള്ളൂ. ഞാനേ ഏതച്ചന്റെ ആളാ, ഇമ്മത് കൊടുത്തിട്ടില്ലെങ്കിലേ ഒരു അടുത്തൊന്നും തരില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ അമ്മാട് പറഞ്ഞത് ഓർക്ക് കൊടുക്കാന്. ഇനിയിപ്പോ തീരും തരില്ല, കൊടുത്തില്ലല്ലോ ചക്ക. ചക്ക ഒരു ചെറിയ കഷ്ണം കൊടുത്തായിരുന്നില്ലല്ലേ, ചെറിയ കഷ്ണം കൊടുത്തിട്ട് ഇതിനുള്ളൂന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അമ്മ പറയാന്ന് അത് ഉമ്മാക്ക് കൊടുക്കാൻ കൊണ്ടാവാളോ, മുത്തുമാർക്ക് പോകുമ്പോ കൊണ്ടാവാണ്ടാതാണ്. വെറുതെ പറയാൻ ഉമ്മ എന്നോട്. എന്നിട്ട് ഉമ്മ എന്തെങ്കിലും ചെയ്യാ, ഉമ്മാക്ക് ഈ ചക്ക മാങ്ങ അതൊക്കെ പൂളാന്നൊക്കെ പറഞ്ഞാല് ഉമ്മാന്റെ ജീവനാണ് കേട്ടാ. എന്നിട്ട് ഉമ്മ അതൊക്കെ ഉമ്മ തന്നെ തിന്നു. എന്നിട്ട് നോണ അറിയും ചെയ്യും, അങ്ങോട്ട് കൊണ്ടുപോവാനാ പറഞ്ഞിട്ട്. എന്നിട്ട് ഞാനാണ് കൊഞ്ചനം കട്ടിങ്ങാക്കി. അതിന് ഉമ്മ എന്നെ ചീത്ത ചട്ടക്കായിട്ട് പോപ്പിക്കൂന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചട്ടക്കായിട്ട് വരും പോപ്പിക്കാന് പറഞ്ഞു. അങ്ങനെ രണ്ടും പണ്ടും പറഞ്ഞിട്ട് ഉമ്മ ദേശം മുറിച്ച് നബിസാത്തോട് പോയി. കരഞ്ഞാൽ ഇമ്മ കാണൂലല്ലോ, ഇമ്മ എന്നിട്ട് കരയല്ലേ, ഇമ്മ എന്നിട്ട് കരഞ്ഞ ആര് കാണാനാ. ഞാൻ എന്തോ കാര്യം കാണിച്ചിട്ട് വന്നു നോക്കുമ്പോളാ എന്റെ കാണുന്നത്. ഞാൻ കൊറേ കരഞ്ഞില്ലെങ്കിൽ ഉമ്മാക്ക് വിഷമാവോ, ഉമ്മാന്റെ മുന്നിൽ നിന്ന് കരഞ്ഞാൽ മതി. ഉമ്മ പോയിട്ട് ഒറ്റയ്ക്ക് ഇതിൽ കാര്യത്തിൽ കാര്യം. ഞാൻ ഉമ്മ പോകുമ്പോ കരഞ്ഞിരിക്കുന്നു. അപ്പൊ ഇമ്മ നബിസാത്താന്റെ കുറെ വരുമ്പോ കടയിൽ നിന്ന് വരുമ്പോ ലൈസ് നിൽക്കുന്ന കൊണ്ടുപോയിക്കാരല്ലേ, കരയണ കണ്ടിക്കണ. ഇമ്മ ഇന്നെ അടിച്ചപ്പോ ഞാൻ കരഞ്ഞിരിക്കണല്ലോ. അപ്പൊ ഉമ്മ ദേഷ്യം പിടിച്ചാണ്ട് പോയി. അങ്ങനത്തെ ഒരു പോത്തിന്റെ ആള് കറപ്പേ എനിക്ക് തന്നത് പറഞ്ഞിട്ട്. ഞാൻ പോത്തൊന്നല്ലോ, ഞാൻ മനുഷ്യനല്ലേ, പിന്നെ അറിയണ്ടേ. ഇമ്മ ഇനിയിപ്പോ ഈ അവിടെ സമാധാനം ഉണ്ടാവില്ല, കരയണ കണ്ടിട്ടല്ലേ പോയത്. അമ്മ പോയത്
എന്നാ ഞാൻ പോട്ടെ. എന്നാ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമുണ്ട്. അമ്മ വരുമ്പോഴത്തേനെ ഉമ്മ വരുമ്പോ പുറത്തിറങ്ങി കരഞ്ഞാ മതി. അവര് അകത്ത് പോയിരുന്നോ? ആ, എന്നാ ശരി. ആ